നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. നമ്മുടെ കോയാക്സിയൽ കേബിൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ റേഡിയോ ലിങ്ക് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് കുറേ അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദിസ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഹാസ് ഇനോർമസ് പൊട്ടൻഷ്യൽ ബാൻഡ് വിഡ്ത്ത്. ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് വളരെ കൂടുതലാണ്. കാരണം ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കരിയർ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ കരിയറാണ്. ഈ ഒപ്റ്റിക്കൽ കരിയറിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദ റേഞ്ച് 10⁻13 to 10⁻16 ഹെർട്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ലാർജ് കരിയർ ഫ്രീക്വൻസിയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ടിപ്പിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കരിയർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10⁻14 ഹെർട്സ് അല്ലെങ്കിൽ 10⁻5 GHz ഫ്രീക്വൻസിയാണ് ടിപ്പിക്കലി നമ്മൾ കരിയർ ഫ്രീക്വൻസി ആയിട്ട് ഈ കേസിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഒരു ലാർജ് ഫ്രീക്വൻസിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളൊരു കോയാക്സിയൽ കേബിൾ സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 20 MHz ഓവർ ഡിസ്റ്റൻസസ് അപ് ടു എ മാക്സിമം ഓഫ് 10 km ആണ് വരുന്നത്. അതേപോലെ തന്നെ ഒരു റേഡിയോ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് വരുന്നത് ഇറ്റ് ഈസ് 700 MHz ഓവർ എ ഫ്യൂ ഹൺഡ്രഡ്സ് ഓഫ് മീറ്റേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, അതേസമയം ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോഴോ അതിൻ്റെ കരിയർ ഫ്രീക്വൻസി എന്ന് പറയുന്ന GHz റേഞ്ചിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു ബാൻഡ് വിഡ്ത്ത് നമുക്ക് ആ കേസിൽ അവൈലബിൾ ആണ്. ഓക്കെ, സോ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബാൻഡ് വിഡ്ത്ത് നമ്മുടെ കോയാക്സിയൽ കേബിൾ സിസ്റ്റത്തിനേക്കാളും അതേപോലെ തന്നെ ഈ റേഡിയോ സിസ്റ്റത്തിനേക്കാളും ഒക്കെ വളരെ കൂടുതലായിരിക്കും വരുന്നത്. ഓക്കെ, സോ ദി ഒപ്റ്റിക്കൽ കരിയർ ഫ്രീക്വൻസി ഇൻ ദ റേഞ്ച് 10⁻13 to 10⁻16 ഹെർട്സ് yields a far greater potential transmission bandwidth than metallic cable system or even millimeter wave radio systems. Then, by the year 2000, the typical bandwidth length product for an optical fiber link incorporating fiber amplifiers was 5000 GHz kilometer in comparison with the typical bandwidth length product for coaxial cable of around 100 MHz kilometer. So at this time the optical fiber was already demonstrating a factor of 50,000 bandwidth improvement over coaxial cable while also providing this superior information carrying capacity over much longer transmission distances. Okay, അതായത് നമ്മൾ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ കേസിൽ വരുന്ന ഈ ബാൻഡ് വിഡ്ത്ത് ലെങ്ത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 5000 GHz കിലോമീറ്റർ ആണ്. അതേസമയം ഈ കോയാക്സിയൽ കേബിൾ യൂസ് ചെയ്യുന്ന കേസിൽ വരുന്ന ബാൻഡ് വിഡ്ത്ത് ലെങ്ത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 100 MHz കിലോമീറ്റർ ആണ്. സോ അത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് ഒരു 50,000 ബാൻഡ് വിഡ്ത്ത് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാം. കാരണം ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കേസിൽ 5000 GHz കിലോമീറ്റർ ആണ്, അല്ലെങ്കിൽ 5000 × 1000 MHz കിലോമീറ്ററും കോയാക്സിയലിൻ്റെ കേബിളിൽ 100 MHz കിലോമീറ്റർ ആണ്. ഓക്കെ, സോ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കേസിൽ ഒരു 50,000 ബാൻഡ് വിഡ്ത്ത് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു ലാർജ് ബാൻഡ് വിഡ്ത്താണ് നമുക്ക് ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ കിട്ടുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി ഒരു സിംഗിൾ കാരിയർ യൂസ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ബാൻഡ് വിഡ്ത്ത്, മാക്സിമം ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ടുവേർഡ്സ് ദി ഒപ്റ്റിക്കൽ കരിയർ ഫ്രീക്വൻസി. ആ ഒരു ഒപ്റ്റിക്കൽ കരിയർ ഫ്രീക്വൻസി വരെ നമുക്ക് മാക്സിമം ആ ഒരു ബാൻഡ് വിഡ്ത്ത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും, അല്ലേ? അതേസമയം നമ്മൾ ഒരു സിംഗിൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ കരിയേഴ്സ് പാസ് ചെയ്യുന്നുണ്ടെങ്കിലോ നമുക്ക് കൂടുതൽ ബാൻഡ് വിഡ്ത്ത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും, അല്ലേ? അതായത് ഒരു സിംഗിൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി നമ്മൾ ഒന്നിൽ കൂടുതൽ ഒപ്റ്റിക്കൽ കരിയർ സിഗ്നൽസ് നമ്മൾ പാസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ആ ഒപ്റ്റിക്കൽ കരിയർ സിഗ്നൽസിൻ്റെ വേവ് ലെങ്ത്തുകൾ ഡിഫറെൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അവിടെ ഇൻ്റർഫറൻസ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിലുള്ള മൾട്ടിപ്പിൾ ഒപ്റ്റിക്കൽ കരിയർ സിഗ്നൽസ് നമ്മൾ ഒരു സിംഗിൾ ഒപ്റ്റിക്കൽ കേബിൾ വഴി ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാൻഡ് വിഡ്ത്ത് പിന്നെയും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെക്നിക്കിനെ നമ്മൾ പറയുന്ന പേര് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് എന്നാണ്. അതായത് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിലുള്ള
നമ്മുടെ ഒപ്റ്റിക്കൽ കരിയേഴ്സിനെ നമ്മൾ മൾട്ടിപ്ലക്സ് ചെയ്തിട്ട് ഒരു സിംഗിൾ ഒപ്റ്റിക്കൽ കരിയർ വഴി അല്ലെങ്കിൽ ഒരു സിംഗിൾ ഒപ്റ്റിക്കൽ കേബിൾ വഴി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാൻഡ് വിഡ്ത്ത് പിന്നെയും കൂട്ടാനായിട്ട് പറ്റും. കാരണം നമ്മളൊരു സിംഗിൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ കരിയേഴ്സാണ് ഇപ്പോൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ കരിയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അത്രയും ലാർജ് ഡാറ്റ അതിന് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് ടെക്നിക്കും കൂടി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് നമുക്ക് പിന്നെയും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ എ മച്ച് എൻഹാൻസ്ഡ് ബാൻഡ് വിഡ്ത്ത് യൂട്ടിലൈസേഷൻ ഫോർ ആൻ ഒപ്റ്റിക്കൽ ഫൈബർ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ transmitting several optical signals each at different center wavelengths in parallel on the same fiber, and this technique is called wavelength division multiplexing. And this wavelength division multiplexed operation, particularly with dense packing of the optical wavelengths or essentially fine frequency spacing, offers the potential for a fiber information carrying capacity that is many orders of magnitude in excess of that obtained using copper cables or a wideband radio system. Then the second advantage of optical fiber communication system is its small size and weight. നമ്മൾ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബേഴ്സാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഈ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. ഓക്കെ, ഇറ്റ്സ് ഡയാമീറ്റർ ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ ദി ഡയാമീറ്റർ ഓഫ് എ ഹ്യൂമൻ ഹെയർ. ഓക്കെ, അത്രയും സ്മോൾ ഡയാമീറ്റർ ആണ് ഈ ഒപ്റ്റിക്കൽ ഫൈബറിന് വരുന്നത്. അപ്പോൾ അത്രയും സ്മോൾ ഡയാമീറ്റർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സൈസ് കുറവാണ്, അതുപോലെ തന്നെ അതിൻ്റെ വെയിറ്റും കുറവാണ്. ഇനിയിപ്പോൾ നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു കവറിങ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഒരു കവറിങ് കൊടുക്കുകയാണെങ്കിൽ പോലും അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ഒരു സൈസ് എന്ന് പറയുന്നതും വളരെ സ്മോൾ സൈസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സൈസ് കുറവായതുകൊണ്ട് തന്നെ ഇതിന് ഒക്യുപ്പൈ ചെയ്യാനായിട്ട് കുറച്ച് ഏരിയ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ അത് കാരണം കഞ്ചഷൻ ഒന്നും അങ്ങനെ അധികം ഉണ്ടാകില്ല. അതേസമയം നമ്മൾ കോയാക്സിയൽ കേബിൾ സിസ്റ്റം ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിലോ ഈ കോയാക്സിയൽ കേബിളിൻ്റെയൊക്കെ സൈസ് വളരെ കൂടുതലാണ്, അതിന് ഒക്യുപ്പൈ ചെയ്യാനായിട്ട് കൂടുതൽ ഏരിയ വേണം. ഓക്കെ, അപ്പോൾ കഞ്ചഷൻ കൂടുതലായിരിക്കും ആ കേസിൽ. അതേസമയം ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ സൈസും വെയിറ്റും ഒക്കെ കുറവായതുകൊണ്ട് കഞ്ചഷൻ കുറവായിരിക്കും വരുന്നത്. ഓക്കെ, so the optical fibers have very small diameters which are often not greater than the diameter of a human hair. Hence, even when such fibers are covered with protective coatings, they are far smaller and much lighter than corresponding copper cables. And this is a tremendous boon towards the alleviation of duct congestion in cities, as well as allowing for an expansion of signal transmission within mobiles such as aircraft, satellites and even ships. Then third advantage വരുന്നത് it has electrical isolation. നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അതൊരു ഇലക്ട്രിക്കൽ ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ആണ്. ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പോളിമർ അങ്ങനെയുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മൾ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മെറ്റീരിയൽസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഇലക്ട്രിക്കലി ഇൻസുലേറ്റേഴ്സ് അല്ലേ. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഐസൊലേഷൻ നമ്മുടെ ഈ ഒപ്റ്റിക്കൽ ഫൈബർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കലി ഹസാഡസ് ആയിട്ടുള്ള പ്ലേസുകളിൽ നമുക്ക് ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ എക്സ്ട്രാ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടി വരുന്നില്ല. കാരണം ഈ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്ലാസ്, പ്ലാസ്റ്റിക് പോളിമർ അങ്ങനെയുള്ള ഇൻസുലേറ്റർ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ ഒന്നും ഇതിൽ കൂടി ഉണ്ടാകുന്നില്ല. ആ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ വഴി ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഇലക്ട്രിക്കലി ഹസാഡസ് ആയിട്ടുള്ള പ്ലേസുകളിൽ നമുക്ക് ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേറെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഒന്നും കൊടുക്കാണ്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഇതിൻ്റെ അടുത്ത അഡ്വാൻറ്റേജ് വരുന്നത്. സോ ദി ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് വിച്ച് ആർ ഫാബ്രിക്കേറ്റഡ് ഫ്രം ഗ്ലാസ് ഓർ സംടൈംസ് എ പ്ലാസ്റ്റിക് പോളിമർ ആർ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ് ആൻഡ് ദെർഫോർ അൺലൈക്ക് ദെയർ മെറ്റാലിക് കൗണ്ടർ പാർട്സ് they do not exhibit earth loop and interface problems.
Furthermore, this property makes optical fiber transmission ideally suited for communication in electrically hazardous environments, as the fibers create no arcing or spark hazard at abrasions or short circuits. Then the fourth advantage of optical fiber communication system is its immunity to interference and crosstalk. നമ്മൾ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, സോ ദിസ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഫോം എ ഡൈഇലക്ട്രിക് വേവ് ഗൈഡ് ആൻഡ് ആർ ദെർഫോർ ഫ്രീ ഫ്രം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ്, റേഡിയോ ഫ്രീക്വൻസി ഇൻ്റർഫറൻസ് ഓർ സ്വിച്ചിങ് ട്രാൻസിയൻസ് ഗിവിംഗ് ഇലക്ട്രോമാഗ്നറ്റിക് പൾസസ്. ഓക്കെ, hence the operation of an optical fiber communication system is unaffected by transmission through an electrically noisy environment, and the fiber cable requires no shielding from electromagnetic interference. ഇങ്ങനെ ഇലക്ട്രിക്കലി ഇൻസുലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇലക്ട്രിക്കലി നോയ്സി എൻവയോൺമെൻറ്റ്സിൽ ഇത് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻ്റർഫറൻസും കാര്യങ്ങളൊന്നും ഒക്കർ ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു കേസിൽ നമുക്ക് എക്സ്ട്രാ ഷീൽഡിങ്ങും കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഇലക്ട്രിക്കലി നോയ്സി എൻവയോൺമെൻറ്റിൽ നമുക്ക് എക്സ്ട്രാ ഷീൽഡിങ്ങും കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ കോസ്റ്റും ഈ കേസിൽ കുറവായിരിക്കും നമുക്ക് വരുന്നത്. നമ്മൾ കോയാക്സിയൽ കേബിൾ സിസ്റ്റം ഒക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ എക്സ്ട്രാ ഷീൽഡിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസിനെയൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് എക്സ്ട്രാ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഈ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് ഒരു ഡൈഇലക്ട്രിക് വേവ് ഗൈഡ് ആയതുകൊണ്ട് അവിടെ നമുക്ക് ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസും റേഡിയോ ഫ്രീക്വൻസി ഇൻ്റർഫറൻസും അതുപോലെ തന്നെ സ്വിച്ചിങ് ട്രാൻസിയൻസ് ഗിവിങ് ഇലക്ട്രോമാഗ്നറ്റിക് പൾസസ് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രിക്കലി നോയ്സി എൻവയോൺമെൻറ്റിൽ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ യൂസ് ചെയ്യാം വിത്തൗട്ട് പ്രൊവൈഡിങ് എനി അഡീഷണൽ ഷീൽഡിങ്. ഓക്കെ, then the fiber cable is also not susceptible to lightning strikes if used overhead rather than underground. ഈ ലൈറ്റ്നിങ്ങിൻ്റെ പ്രോബ്ലവും ഈ കേസിൽ വരുന്നില്ല. അതായത് നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അണ്ടർഗ്രൗണ്ടിൽ യൂസ് ചെയ്യാതെ ഈ ഓവർഹെഡിൽ യൂസ് ചെയ്താലും നമുക്ക് ഈ ലൈറ്റ്നിങ്ങിൻ്റെ പ്രോബ്ലം ഒന്നും ഇതിനെ അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, moreover, it is fairly easy to ensure that there is no optical interference between fibers, and hence, unlike communication using electrical conductors, crosstalk is negligible even when many fibers are cabled together. അതായത് ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ക്രോസ് ടോക്ക് പ്രോബ്ലവും ഒക്കർ ചെയ്യില്ല. ഇപ്പോൾ നമ്മൾ രണ്ട് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് മുട്ടിച്ച് വെച്ചേക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു കോണ്ടാക്റ്റിൽ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് പ്ലേസ് ചെയ്താലും അത് തമ്മിൽ ഒരു ഇൻ്റർഫറൻസ് പ്രോബ്ലം ഒന്നും അവിടെ ഉണ്ടാകില്ല. അതായത് ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൽ കൂടി പോകുന്ന ആ ഒരു ഒപ്റ്റിക്കൽ ഇൻഫർമേഷൻ അതിനോട് മുട്ടിയിരിക്കുന്ന വേറൊരു ഒപ്റ്റിക്കൽ ഫൈബറിൽ കൂടി പോകുന്ന ഒരു ഒപ്റ്റിക്കൽ ഇൻഫർമേഷനായിട്ട് ഒരു ക്രോസ് ടോക്ക് പ്രോബ്ലം ഒന്നും അവിടെ ഒക്കർ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ഒരുമിച്ച് നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ദർ ഈസ് നോ ക്രോസ് ടോക്ക് ഈവൻ വെൻ മെനി ഫൈബേഴ്സ് ആർ കേബിൾഡ് ടുഗദർ. അപ്പോൾ നമുക്ക് അവിടെ സ്പേസും പിന്നെയും നമുക്ക് ലാഭിക്കാം. അതായത് എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് പ്ലേസ് ചെയ്താൽ മതി. അവിടെ നമുക്ക് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഷീൽഡിങ്ങോ എക്സ്ട്രാ ഒരു സ്പേസിങ്ങോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടി ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്രോസ് ടോക്ക് പ്രോബ്ലം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസിനെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് കേബിൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്പേസിൽ ലാഭിക്കാം, എക്സ്ട്രാ പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കേണ്ട ആ ഒരു കോസ്റ്റും നമുക്ക് ഈ കേസിൽ ലാഭിക്കാനായിട്ട് പറ്റും. ഓക്കെ, then the fifth advantage of optical fiber communication system is its signal security. The light from optical fibers does not radiate significantly, and therefore they provide a high degree of signal security. Unlike the situation with copper cables, a transmitted optical signal cannot be obtained from a fiber in a non-inversive manner, that is, without drawing optical power from the fiber.
Therefore, in theory, any attempt to acquire a message signal transmitted optically may be detected. This feature is obviously attractive for military, banking, and general data transmission, that is computer network applications. Okay. അതായത് ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അത് ഹൈലി സെക്യൂർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ക്രോസ് ടോക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളത്. അതായത് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി പോകുന്ന ഇൻഫർമേഷൻ പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ പുറമേയുള്ള ആൾക്ക് അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി അത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും ആ കേബിൾ കട്ട് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും ആക്സസ് ചെയ്യേണ്ടി വരും. അല്ലാണ്ട് ആയിരിക്കും അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി അങ്ങനെ ആരെങ്കിലും അത് ആക്സസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ഹൈലി സെക്യൂർ കമ്മ്യൂണിക്കേഷനാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ മിലിറ്ററി, ബാങ്കിങ്, അതുപോലെ തന്നെ ജനറൽ ഡേറ്റ ട്രാൻസ്മിഷൻ ആപ്ലിക്കേഷൻസിനൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. Then the sixth advantage of optical fiber communication system is its low transmission loss. The development of optical fibers over the last 20 years has resulted in the production of optical fiber cables which exhibit very low attenuation or transmission loss in comparison with the best copper conductors. Fibers have been fabricated with losses as low as 0.15 dB per kilometer, and this feature has become a major advantage of optical fiber communications. It facilitates the implementation of communication links with extremely wide optical repeater or amplifier spacings, thus reducing both system cost and complexity. Then, together with the already proven modulation bandwidth capability of fiber cables, this property has provided a totally compelling case for the adoption of optical fiber communications in the majority of long-haul telecommunication applications, replacing not only copper cables but also satellite communications as a consequence of the very noticeable delay incurred for voice transmission when using this latter approach. Okay. അതായത് ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ലോസ് കുറവാണ്. ഈ ലോസ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റേഴ്സോ അല്ലെങ്കിൽ ആംപ്ലിഫയേഴ്സോ ഒന്നും അധികം യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറവാണ്, സർക്യൂട്ട് കോംപ്ലക്സിറ്റി എല്ലാം കുറവാണ്. ഓക്കെ. അപ്പോൾ ലോസ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. നമ്മൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ വോയിസ് ട്രാൻസ്മിഷൻ കേസ് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു ഡിലേ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഈ ഒരു ഡിലേയുടെ പ്രോബ്ലം ഒന്നും ഉണ്ടാകില്ല. ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നടക്കുന്നത്. കാരണം നമുക്കറിയാം ഓപ്റ്റിക്കൽ കരിയർ യൂസ് ചെയ്തിട്ടാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും വരുന്നത്. അതേപോലെ തന്നെ ലോസ് കുറവാണ്. ലോസ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ റിപ്പീറ്റേഴ്സും ആംപ്ലിഫയേഴ്സും ഒന്നും കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ പ്രോസസ്സിംഗ് ഡിലേയും കുറയും. അപ്പോൾ ലോസും കുറഞ്ഞു, പ്രോസസ്സിംഗ് ഡിലേയും കുറഞ്ഞു, സ്പീഡും കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒരു ഹൈ ക്വാളിറ്റി ഡേറ്റ ട്രാൻസ്ഫർ ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്തിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. Then the seventh advantage of optical fiber communication system is its ruggedness and flexibility. Although protective coatings are essential, optical fibers may be manufactured with very high tensile strengths. Even though fibers are made with glassy substance, the fibers may also be bent to quite small radii or twisted without damage. Furthermore, cable structures have been developed which have proved flexible, compact, and extremely rugged. Taking the size and weight advantage into account, these optical fiber cables are generally superior in terms of storage, transportation, handling, and installation to corresponding copper cables while exhibiting at least comparable strength and durability. Then the eighth advantage of optical fiber communication system is system reliability and ease of maintenance. These features primarily stem from the low loss property of optical fiber cables, which reduces the requirement for intermediate repeaters or line amplifiers to boost the transmitted signal strength.
Hence, with fewer optical repeaters or amplifiers, system reliability is generally enhanced in comparison with conventional electrical conductor system. Furthermore, the reliability of the optical components is no longer a problem, with predicted lifetime of 20 to 30 years being quite common. Both these factors also tend to reduce maintenance time and cost. Then the ninth advantage of optical fiber communication system is its potential low cost. The glass which generally provides the optical fiber transmission medium is made from sand, which is not a rare resource. So, in comparison with copper conductors, the optical fibers offer the potential for low cost line communication. But this potential has not yet been achieved in all the other component areas associated with optical fiber communications. For example, the cost of high performance semiconductor lasers and detector photodiodes are still relatively high. But the overall system cost when utilizing optical fiber communication on long-haul links are substantially less than those for equivalent electrical line systems because of the low loss and wideband properties of the optical transmission medium. Then, as we seen earlier, since transmission loss is less, the requirement for intermediate repeaters and the associated electronics is reduced, giving a substantial cost advantage. Although this cost benefit gives a net gain for long-haul links, it is not always the case in short-haul applications where the additional cost incurred due to the electrical-optical conversion may be a deciding factor. Nevertheless, there are other possible cost advantages in relation to shipping, handling, installation and maintenance, as well as the features indicated in C and D, which may prove significant in the system choice. അതായത് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ലോസ് കുറവാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ലോസ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യേണ്ടി വരുന്ന നമ്പർ ഓഫ് റിപ്പീറ്റേഴ്സും ആംപ്ലിഫയേഴ്സൊക്കെ കുറവ് മതി. ഓക്കെ, അതായത് ലോസ് കുറവായതുകൊണ്ട് നമുക്ക് ഈ റിപ്പീറ്റേഴ്സ് അടുപ്പിച്ചടുപ്പിച്ച് പ്ലേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആ റിപ്പീറ്റേഴ്സ് തമ്മിലുള്ള സ്പേസിങ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് റിപ്പീറ്റേഴ്സ് നമുക്ക് കുറവ് മതി. അതുകൊണ്ട് തന്നെ നമുക്ക് കോസ്റ്റും നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ലോങ് ഹോൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ ഈ ലോങ് ഹോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കോസ്റ്റ് വളരെ കുറവായിരിക്കും. കാരണം നമുക്ക് ഈ നമ്പർ ഓഫ് റിപ്പീറ്റേഴ്സൊക്കെ കുറവ് മതി. അങ്ങനെ നമുക്ക് കോസ്റ്റ് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം നമ്മൾ കോയാക്സിയൽ കേബിൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ റേഡിയോ ലിങ്ക് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ലോങ് ഹോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ കേസിൽ നമുക്ക് കൂടുതൽ നമ്പർ ഓഫ് റിപ്പീറ്റേഴ്സും ആംപ്ലിഫയേഴ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ കോസ്റ്റും നല്ല രീതിയിൽ കൂടും. ഓക്കെ, അപ്പോൾ ലോങ് ഹോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതേസമയം നമ്മൾ ഷോർട്ട് ഹോൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു ഡിസ്റ്റൻസിലേക്കാണ് നമ്മുടെ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അവിടെ നമുക്ക് റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കേസിൽ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഇലക്ട്രിക്കൽ ഒപ്റ്റിക്കൽ കൺവേർട്ടേഴ്സും അതേപോലെ തന്നെ ഒപ്റ്റിക്കൽ ഇലക്ട്രിക്കൽ കൺവേർട്ടേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കോസ്റ്റ് അവിടെ അഡീഷണലായിട്ട് വരും. അതായത് നമ്മൾ കോയാക്സിയൽ കേബിൾ സിസ്റ്റമാണ് ഷോർട്ട് ഹോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ഈ കൺവേർട്ടേഴ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് അവിടെ വരുന്നില്ല. അതേസമയം ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് നമ്മൾ ഷോർട്ട് ഹോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഈ ഇലക്ട്രിക്കൽ ഒപ്റ്റിക്കൽ കൺവേർട്ടേഴ്സും അതേപോലെ തന്നെ ഒപ്റ്റിക്കൽ ഇലക്ട്രിക്കൽ കൺവേർട്ടറും വരുന്നത് കൊണ്ട് അതിൻ്റെ കോസ്റ്റ് അഡീഷണലായിട്ട് വരും. അപ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കൂടും. ഓക്കെ, അപ്പോൾ ഷോർട്ട് ഹോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് കോയാക്സിയൽ കേബിൾ സിസ്റ്റം യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഓക്കെ, ദെൻ
നമ്മൾ ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ ഷിപ്പിംഗ്, ഹാൻഡ്ലിംഗ്, ഇൻസ്റ്റലേഷൻ, അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഫീൽഡുകളൊക്കെ നോക്കുമ്പോൾ അവിടെ കോസ്റ്റ് കുറവായിരിക്കും കമ്പയർഡ് ടു അതർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ടു ഇൻ്റർഫറൻസ് ആൻഡ് ക്രോസ് ടോക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അഡ്വാൻറ്റേജസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അഡീഷണലായിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡിങ്ങോ പ്രൊട്ടക്റ്റീവ് കവറിങ്ങോ ഒക്കെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഇലക്ട്രിക്കൽ ഐസൊലേഷന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ടു ഇൻ്റർഫറൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ക്രോസ് ടോക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ സർക്യൂട്ടുകളും എക്സ്ട്രാ പ്രൊട്ടക്ഷനും ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതിൻ്റെയും കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയും കോസ്റ്റിൽ ഒരു റിഡക്ഷൻ നമുക്ക് ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ കിട്ടുന്നുണ്ട്.